പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ ഒന്നാമത്തെ ഭാഗത്തിലെ 5-ാമത്തെ അധ്യായം. നോവൽ കഴുകൻ, ഭാഗം 1, അധ്യായം 5. ശിവരാമമേനോൻ കൊക്കരണിപ്പറമ്പിലെത്തി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇൻസ്പെക്ടർ തെയ്യുണ്ണി നായരും 2 പോലീസുകാരും വന്നു. ഇൻസ്പെക്ടർ പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഗോപാലൻ തെക്കേപ്പാട്ടെത്തി അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അധികാരിയും ശങ്കുണ്ണിമേനോനും വരമ്പുകൾ താണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോൾ ജനം അകലേക്ക് മാറി നിന്നു. ഇൻസ്പെക്ടറുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ കൂടി നിന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു. 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ചോര കണ്ണുകളും കട്ടിമീശയും. തെയ്യുണ്ണി ഇൻസ്പെക്ടറെ പറ്റി ദേശക്കാര് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാലനാണ്. ഇയാളുടെ തല്ലും ചവിട്ടും കൊണ്ട് അങ്ങേ ലോകത്തേക്ക് പോയവർ 1ഉം 2ഉമല്ലെന്നാണ് കേൾവി. തെയ്യുണ്ണി ഇൻസ്പെക്ടറെ അധികാരി വിളിച്ചു വരുത്തണമെങ്കിൽ ഈ പെണ്ണ് സ്വയം ചാടിച്ചത്തതായിരിക്കില്ല, കൊന്നുകൊണ്ടിട്ടതായിരിക്കണമെന്ന് നാട്ടുകാർ ഊഹിച്ചു. ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് തെയ്യുണ്ണി ഇൻസ്പെക്ടർ തെളിയിക്കും. നിരപരാധികളെയും ചിലപ്പോൾ പോലീസ് ഭേദ്യം ചെയ്തെന്ന് വരാം. അതിനിടവരുത്താതെ അപരാധി ആരായാലും എത്രയും വേഗം ഇൻസ്പെക്ടറുടെ കൈക്കുള്ളിൽ അകപ്പെടണേ എന്ന് കൊക്കരണിപ്പറമ്പിൽ കൂടിയ ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഇൻസ്പെക്ടർ ഇൻക്വസ്റ്റ് നടത്തി മഹസ തയ്യാറാക്കി. ശവം പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി ഒറ്റപ്പാലത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് എടുക്കണം. സർവ്വ ചെലവും വഹിക്കേണ്ടത് ശിവരാമമേനോനാണ്. മേനോൻ്റെ പറമ്പിലെ കൊക്കരണിയിലാണല്ലോ ശവം പൊങ്ങിയത്. പേഴ്സ് മടിക്കുത്തിൽ എടുത്തു വെക്കാൻ തോന്നിയത് ഭാഗ്യമായെന്ന് മേനോൻ വിചാരിച്ചു. എന്തു ഭാഗ്യം! മഹാഭാഗ്യമാണല്ലോ വരാനിരിക്കുന്നത്. കൊലക്കയറായിരിക്കുമോ മകന് കിട്ടാൻ പോകുന്നത്, അതോ ജീവപര്യന്തമോ? തറവാടിന് തീരാ കളങ്കം വേറെ. പറമ്പിൻ്റെ പടിഞ്ഞാറേ മൂലയ്ക്ക് നിൽക്കുന്ന മുളങ്കൂട്ടത്തിൽ നിന്ന് 2 പച്ചമുള മുളയന്മാർ വെട്ടിക്കൊണ്ടുവന്നു. 8 അടി നീളത്തിലുള്ള തണ്ടു 2 എണ്ണം ചെത്തി ഒഴിഞ്ഞെടുത്തു. മുളയലകുകൾ വിലങ്ങനെ വെച്ച് കയറുകൊണ്ട് വരിഞ്ഞു. പീടികമുക്കിലുള്ള വിക്കൻ അദ്രുമാൻ്റെ കടയിൽ തെങ്ങോലപ്പായ കിട്ടും. പറഞ്ഞ നേരം കൊണ്ട് കുപ്പാണ്ടി പായ വാങ്ങിക്കൊണ്ടുവന്നു. ശവം പായിൽ പൊതിഞ്ഞു കെട്ടി മഞ്ചലിലേക്ക് എടുത്തു വെച്ചു. മഞ്ചലിനോട് ചേർത്ത് വെച്ച് നന്നായി വരിഞ്ഞു കെട്ടി. കയറ്റം കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പായക്കെട്ട് മറിഞ്ഞു വീഴാൻ പാടില്ല. മഞ്ചൽ ചുമക്കാൻ ഒത്ത ബാല്യക്കാരെ തെയ്യുണ്ണി ഇൻസ്പെക്ടർ തന്നെ തപ്പിയെടുത്തു. മടി ഏതും കൂടാതെ ബാല്യക്കാർ മഞ്ചൽ ചുമക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നു. ഇൻസ്പെക്ടറെ ധിക്കരിക്കുന്നത് അപകടം വിളിച്ചു വരുത്തലാണ്. അനുസരിക്കാത്തവനെ ആയിരിക്കും ഇൻസ്പെക്ടർ ആദ്യം ചോദ്യം ചെയ്യുന്നത്. വാക്കുകൊണ്ട് ഭേദ്യം ചെയ്യുന്ന വിദ്യ പണ്ടേ പോലീസുകാർക്ക് വശമില്ല. കൈകൊണ്ട് അല്ലെങ്കിൽ കാലുകൊണ്ട്. ശിവരാമമേനോനെ അധികാരി തെയ്യുണ്ണി ഇൻസ്പെക്ടർക്ക് പരിചയപ്പെടുത്തി. ഈ പറമ്പും ഇക്കാണുന്ന പാടവും ഇയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. മേനോൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശിവരാമമേനോൻ ഇൻസ്പെക്ടറെ തൊഴുതു. ഇൻസ്പെക്ടർ ഒന്ന് അമർത്തി മൂളി. മേനോൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്നെ വന്നു കാണണം. വരാം സാർ. മേനോൻ സമ്മതിച്ചു. ഇതൊരു ശുഭസൂചനയാണെന്ന് ശിവരാമമേനോന് ഉൾവിളിയുണ്ടായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയാലേ പോലീസിൻ്റെ അന്വേഷണം തുടങ്ങൂ. അതുവരെ സമയമുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ഒരു കടവിലെത്തിക്കണം. വൃത്തികെട്ടവനായാലും മകനായിപ്പോയില്ലേ. ഏതൊക്കെ വഴിക്ക് അന്വേഷണം നടത്തിയാലും ഒരന്വേഷണവും ആ കുരുത്തം കെട്ടവൻ്റെ അടുത്ത് എത്തരുത്. അതിനെന്താണ് മാർഗമെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം. ഇൻസ്പെക്ടറും പോലീസുകാരും മടങ്ങി. ശവമഞ്ചം ചുമന്നുകൊണ്ട് ബാല്യക്കാർ അപ്പോഴേ ഒറ്റപ്പാലത്തേക്ക് പുറപ്പെട്ടു. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. മേനോനോട് യാത്ര പറഞ്ഞ് അധികാരിയും പോയി. കൊക്കരണിപ്പറമ്പിൽ മേനോനും കുമാരനും മാത്രം. മൂത്താരേ. എന്താ കുമാരാ? നമുക്ക് പോണ്ടേ? പോവാം. സ്വപ്നാടനക്കാരനെ പോലെ ശിവരാമമേനോൻ പാടത്തേക്കിറങ്ങി. ചേലക്കോട്ട് പടിപ്പുര ലക്ഷ്യം വെച്ച് കാലുകൾ താനേ ചലിച്ചു. പറമ്പോരത്ത് നിൽക്കുന്ന പടുമരങ്ങളുടെ കാനലിൽ കണ്ടത്തിൽ കിടന്ന് പോത്തുകളായി വിറക്കുന്നു. കരിയും നുകവും ചുമലിൽ വെച്ച് പോത്തുകളെ ആട്ടിത്തെളിച്ച് കുമാരൻ ശിവരാമ മൂത്താരുടെ പിന്നാലെ നടന്നു. പടിപ്പുരവാതിൽ തള്ളിത്തുറന്ന് ശിവരാമേട്ടൻ വരുന്നത് തങ്കമ്മ കണ്ടു. ഉമ്മറത്തൂണ് ചാരി നിൽക്കുകയായിരുന്നു അപ്പോഴും തങ്കമ്മ. ശിവരാമേട്ടൻ കോലായിലേക്ക് കയറിയില്ല. ഒതുക്കുകല്ലിൽ തന്നെ നിന്നു. എണ്ണ കൊണ്ടുവാ, ഒന്ന് തേച്ചു കുളിക്കണം. സോപ്പും തോർത്തും ഓടത്തിൽ എണ്ണയും കൊണ്ടുവന്ന് തങ്കമ്മ അരത്തിണ്ണയിൽ വെച്ചു.
മേനോൻ കുളിർക്കനെ തലയിൽ എണ്ണ തേച്ചു. മേലാസകലം എണ്ണ തടവി സോപ്പും തോർത്തുമെടുത്ത് കുളത്തിലേക്ക് നടന്നു. വഴിയോരത്ത് കിടക്കുന്ന ചകിരിമണ്ടയിൽ നിന്ന് ചകിരി ചീന്തിയെടുത്തു. കുളത്തിലിറങ്ങി മുങ്ങി നിവർന്നു. മേലാസകലം സമൃദ്ധമായി സോപ്പ് പതപ്പിച്ച് ചകിരി കൊണ്ടുരച്ച് മെഴുക്കിളക്കി വീണ്ടും വെള്ളത്തിലിറങ്ങി. എത്ര മുങ്ങി നിവർന്നിട്ടും വൃത്തിയായില്ലെന്നൊരു തോന്നൽ. മനസ്സെന്നൊരു സാധനമുണ്ടെങ്കിൽ അതിനകത്താണ് ചെളി കട്ട പിടിച്ചിരിക്കുന്നത്. അത് അത്ര വേഗം കഴുകിക്കളയാനാവില്ലെന്ന് മേനോന് തിരിച്ചറിവുണ്ടായി. വലിയ മുണ്ടും രണ്ടാം മുണ്ടും കുളപ്പടവിൽ നനച്ചു വെച്ചു. തോർത്തു മാത്രമെടുത്ത് മേനോൻ കോലായിലേക്ക് കയറി. കിണർ അപ്പാടെ തൊണ്ടയിലേക്ക് കമിഴ്ത്താനുള്ള ദാഹം വന്നു. അപ്പോൾ മേനോന് ഒരാനയെ തിന്നാനുള്ള വിശപ്പും ദാഹവും മറന്നിരിക്കുകയായിരുന്നു ഇത്ര നേരം. കുമ്പളങ്ങ മുളകുഷ്യവും കായ മെഴുക്കുപുരട്ടിയും പുളിച്ച മോരും കടുമാങ്ങയും വയറ് നിറച്ച് ഊണ് കഴിച്ചപ്പോൾ ആശ്വാസമായി. നേരം പതിറ്റടി ചാഞ്ഞതേ ഉള്ളൂ. അന്ത്യത്തിരി വയ്ക്കാൻ ഇനിയും സമയമുണ്ട്. ആ സമയത്ത് ആഹാരം കഴിക്കുന്ന ശീലമില്ല. ഭൂലോകം തകിടം മറിഞ്ഞ ദിവസമാണല്ലോ ഇന്ന്. എന്തു ചിട്ടകളാണ് ഇനി പാലിക്കേണ്ടത്? മേനോൻ ചാരുകസേരയിൽ മലർന്നു കിടന്നു. തങ്കമ്മ ഭർത്താവിൻ്റെ ചാരെ അരത്തിണ്ണയിൽ വന്നിരുന്നു. ഇപ്പോൾ മേനോൻ നടന്നതെല്ലാം ഭാര്യയോട് വിസ്തരിച്ചു പറഞ്ഞു, വള്ളി പുള്ളി വിടാതെ. ഇവനെ പോലീസുകാർ കൊണ്ടുപോവില്ലേ? കൊണ്ടുപോട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും നമുക്കൊന്നല്ലേ ഉള്ളൂ. ഒന്ന് പോരെ, നഞ്ഞെന്തിനാ നാനാഴി? എന്നാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അകത്തു പോ. ശിവരാമ മേനോൻ ചിന്തയിലാണ്ടു. സൂര്യൻ അസ്തമിച്ചതോ അന്തിവെളിച്ചം വറ്റിയതോ പരിസരം ഇരുട്ടിലാണ്ടതോ മേനോൻ അറിഞ്ഞില്ല. കൂട്ടിയും കുറച്ചും അങ്ങനെ എത്ര നേരം ഇരുന്നിട്ടുണ്ടാവുമെന്ന് മേനോന് ഒരു രൂപവും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് എപ്പോഴോ തങ്കമ്മ കമ്പിറാന്തല കൊളുത്തിക്കൊണ്ടുവന്ന് കോലായിലെ കമ്പിയിൽ തൂക്കിയിട്ട് പോയിരുന്നു. അതും മേനോന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അധ്യായം 6. തരവത്ത് തറവാട്ടിൽ അന്ന് കാളരാത്രിയായിരുന്നു. ഒരേയൊരു അരമുറിയും അടുക്കളയും ഇടനാഴിയും ഉമ്മറക്കോലായിയും മണ്ണു കുഴച്ചുണ്ടാക്കിയ ചുവരുകൾ, തല്ലിയൊതുക്കി ചാണകം തേച്ച നിലം, ചെത്തിത്തേക്കാത്ത ഭിത്തികളിൽ പല്ലികൾ ഓടി നടക്കുന്നു. പനമ്പട്ടം മേഞ്ഞ ഈ പുരയെ ദേശക്കാർ ഇപ്പോഴും തരവത്ത് തറവാടെന്ന് വിളിച്ചു. പശു ചത്താലും മോരിലെ പുളി പോവില്ലല്ലോ. കോലായിൽ മുട്ടച്ചിമ്മിനി വിളക്ക് മുനിഞ്ഞു കത്തുന്നു. ചുവരി ചാരിയിരിക്കുകയാണ് കാർത്യായനിയമ്മ. പാതിയും നരച്ച മുടി നെറുകയിൽ മാടിക്കെട്ടിവെച്ചിരിക്കുന്നു. അയഞ്ഞ റൗക്കകത്ത് നീരുവറ്റിയ മുലകൾ ഒട്ടിക്കിടന്നു. 1.5 മീതെ മടിയിട്ട് വാരി വലിച്ചുടുത്ത കഴുകി നിറം മങ്ങിയ മുണ്ട് കാൽമുട്ടുകൾ കഷ്ടിച്ചു മറച്ചു. ചുക്കിച്ചുളിഞ്ഞ കൈപ്പടങ്ങൾ മടിയിൽ വെച്ച് പ്രതിമ കണക്കെ അവർ. അയൽപ്പക്കത്തെ സ്ത്രീകൾ കോലായിൽ കാർത്യായനിയമ്മയ്ക്ക് കൂട്ടിരിക്കുന്നുണ്ട്. കോലായിയിൽ മുറ്റത്തേക്ക് പിടിച്ചിട്ട 2 മരബെഞ്ചുകളിൽ ആണുങ്ങൾ കൂട്ടം കൂടുന്നു. ഒരേ ഒരു മരക്കസേരയിൽ വാസുമാഷ്. കന്നുപൂട്ടാനും കിളയ്ക്കാനും പുരകെട്ടി മേയാനും മാത്രം അറിയാവുന്നവരാണ് ബെഞ്ചിലിരിക്കുന്നത്. മാഷ് എന്തു പറയുന്നു എന്നാണ് കൂടിയിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും മാഷിനറിയാം. ഇംഗ്ലീഷ് വായിക്കും, എഴുതും, പച്ചവെള്ളം പോലെ പറയുകയും ചെയ്യുമെന്നാണ് ശ്രുതി. മാഷ് നിശ്ചയിക്കുന്നത് പോലെയാവണം കാര്യങ്ങൾ നീക്കേണ്ടത്. രാത്രി മുഴുവൻ ഇട്ടിച്ചിരിയെ അന്വേഷിച്ചലയുകയായിരുന്നു അയൽപ്പക്കത്തെ ചെറുപ്പക്കാർ. ക്ഷേത്ര പരിസരത്തും പാടവരമ്പുകളിലും കുണ്ടൻ ഇടവഴികളിലും പച്ചച്ചൂട്ടുകൾ മിന്നി നടന്നു. നേരം ഇരുണ്ട് കറുത്തിട്ടും ഇട്ടിച്ചിരി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്താഞ്ഞതുകൊണ്ടാണ് കാർത്യായനിയമ്മ അയൽക്കാരെ വിളിച്ചുകൂട്ടിയത്. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? പ്രദോഷം തൊഴുതിറങ്ങിയാൽ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് വീട്ടിലെത്താറുള്ളതാണ്. ഇരുട്ടത്ത് വല്ല ഇഴജന്തുവിനെയും ചവിട്ടിക്കാണുമോ? വിഷം തീണ്ടിയതാണെങ്കിൽ വഴിയിൽ വീണ് കിടക്കേണ്ടതല്ലേ? ഇട്ടിച്ചിരി നടന്നു വരാറുള്ള വഴികളിലെല്ലാം ബാല്യക്കാർ അവളെ തേടി നടക്കുകയായിരുന്നു പുലരും വരെ. അടുക്കളയിൽ വീതനപ്പുറത്ത് കഞ്ഞി ആറി തണുത്തു. അയൽപ്പക്കത്തെ സ്ത്രീകൾക്കും അന്ന് ശിവരാത്രിയായി. നേരം വെളുത്തുവരവേ കൊക്കരണിയിൽ ശവം പൊങ്ങിയിട്ടുണ്ടെന്ന വാർത്ത തരവത്ത് വീട്ടിലെത്തി. അതെൻ്റെ പൊന്നുംകുടമാവരുതേ എന്ന് കാർത്യായനിയമ്മ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇട്ടിച്ചിരിയുടെ ശവമാണെന്ന് കണ്ടൻ്റെ കെട്ടിയവൾ മുണ്ടി തരവത്ത് വീട്ടിൽ വന്നു പറയുന്നത്. അമ്മയുടെ അലമുറ കണ്ടു നിൽക്കുന്നവരുടെ കരളു പിളർന്നു. ഇട്ടിച്ചിരിയെ കൊക്കരണിയിൽ കഴുത്തുഞെരിച്ചു കൊന്നിട്ടതാണെന്ന രഹസ്യം അമ്മയുടെ ചെകിട്ടിലെത്താതിരിക്കാൻ അവരെല്ലാവരും മനസ്സിരുത്തി. കേട്ട കേൾവി ശരിയാണോ എന്നുറപ്പിക്കാൻ വാസുമാഷും 2-3 ബാല്യക്കാരും കൊക്കരണി പറമ്പിലേക്ക് ചെന്നു.
കൊക്കർണിയിൽ നിന്ന് വലിച്ചു കയറ്റി വെറും മണ്ണിൽ മലർത്തിക്കിടത്തിയ ഇട്ടിച്ചിരിയുടെ ശവം നോക്കി നിന്നപ്പോൾ മാഷിൻ്റെ കണ്ണു നിറഞ്ഞു. തെയ്യുണ്ണി ഇൻസ്പെക്ടർ വന്ന് ശവം ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും ശരീരം പായിൽ പൊതിഞ്ഞു കെട്ടി ഒറ്റപ്പാലത്തേക്ക് എടുത്തപ്പോഴും വാസുമാഷ് കൊക്കർണി പറമ്പിലുണ്ടായിരുന്നു. മാഷു വേഗം തരവത്തേക്ക് തന്നെ മടങ്ങി. രാവിലെ നേരത്തെ ഒറ്റപ്പാലത്തെത്തണം. കൂടെ 5-6 ആളുകളും വേണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശവം വിട്ടുകിട്ടാൻ ഉച്ച കഴിയും. അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടറെ കാണണം. ഇൻസ്പെക്ടറുടെ മുമ്പിലിരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും വാസുമാഷിനെ കണ്ടേ കഴിയൂ. എന്നിട്ട് വേണം ആശുപത്രിയിലെത്തിക്കാൻ. ശവം കൊണ്ടുപോകാനുള്ള കാറ് നേരത്തെ ഏർപ്പാടാക്കണം. ചുരുക്കം കാറുകളെ ആസ്പത്രി പടിക്കൽ കാണൂ. ശവം കയറ്റുന്നത് ഒരേ ഒരു കാറിൽ മാത്രം. ചൊറി പിടിച്ച കാറിൻ്റെ 4 വാതിലും തുറന്നു വെച്ച് ഒരു കാക്കിക്കുപ്പായക്കാരൻ കിടന്നുറങ്ങുന്നുണ്ടാവും പിൻസീറ്റിൽ. ആസ്പത്രി ഗേറ്റിൽ നിന്ന് കുറച്ചകന്നു മാറിക്കിടക്കുന്ന കാറിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കും ആസ്പത്രിയിലെത്തുന്നവർ. ആസ്പത്രി കട്ടിലിൽ കിടന്ന് പ്രാണൻ പോയവർക്കും ശരീരം കീറിമുറിച്ച് തുന്നിക്കെട്ടി ശവമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും ചൊറി പിടിച്ച ഈ കാറ് അനുഗ്രഹമാണ്. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആളായതുകൊണ്ടും ആബൽ ബാന്ധവനായതുകൊണ്ടും വാസുമാഷോടെ ആദരവാണ് ദേശക്കാർക്ക്. ഇട്ടിച്ചിരിയുടെ കാര്യത്തിലും തന്നാലാവുന്നത് മാഷി ചെയ്യേണ്ടിയിരിക്കുന്നു. ആവതില്ലാതായെങ്കിലും മനക്കിലെ അടിച്ചുതളിയുണ്ട് കാർത്തിയായനിയമ്മയ്ക്ക്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തരവത്തെ ചില താവഴികൾക്കായിരുന്നു. അതിനാലാവണം തറവാടിത്തം ആ താവഴികൾക്കൊപ്പം പോയി. കാർത്തിയായനിയമ്മയ്ക്ക് കിട്ടിയത് 2 പെൺമക്കളെയും മനക്കിലെ അടിച്ചുതളിക്കാരി എന്ന ദുഷ്പേരും. കാർത്തിയായനിയമ്മയുടെ ഭർത്താവ് കുട്ടിശങ്കരൻ നായരെ രാത്രി വഴി നടന്നു വരുമ്പോൾ കാലമ്പാമ്പ് കൊത്തി. നേരത്തോടു നേരം കിടന്നില്ല. അധ്വാനിയായിരുന്നു. നിലം പാട്ടത്തിനെടുത്ത് നട്ടു നെല്ലുണ്ടാക്കി. പള്ളിയാലികളിൽ വാഴ വെച്ചു. ചേനക്കൃഷി ചെയ്തു. കൊയ്തുകേറിയ കണ്ടത്തിൽ കായ്ക്കറിയുണ്ടാക്കി. കുടുംബത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. സർപ്പദർശനമേറ്റു മരിക്കാനായിരിക്കും കുട്ടിശങ്കരൻ നായരുടെ വിധി. മുൻജന്മ പാപം. അല്ലാതെ എന്തു പറയാൻ. ദാരിദ്ര്യം ദുസ്സഹമായപ്പോൾ കാർത്തിയായനിയമ്മ മനക്കിലെ പണിക്ക് പോയി തുടങ്ങി. മൂത്തമകൾ കുട്ടിമാളു അവളുടെ നായരുടെ കൂടെ തൃശ്ശിനാപ്പള്ളിയിൽ കഴിയുന്നു. സേതുമാധവന് അവിടെ ചായക്കടയാണ്. അടുക്കളയിൽ കുട്ടിമാളു. മേശ തുടയ്ക്കാനും സപ്ലൈക്കും കാശെണ്ണി മേടിക്കാനും സേതു. 2 കുട്ടികൾ, 2ഉം പെണ്ണ്. കടയോട് ചേർന്ന ഒറ്റമുറിയിലാണ് അവരുടെ താമസം. ഓണം, വിഷു, തിരുവാതിര, കാവിലെ താലപ്പൊലി ഇതിനെല്ലാം അവർ നാട്ടിൽ വരും. ഓരോ വരവിനും അമ്മയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും കുട്ടിമാളു സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടാവും. വാസുമാഷ് സേതുവിന് കമ്പി അടിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഏടത്തിയും മക്കളും വരുന്നതുവരെ ഇട്ടിച്ചിരി ഈ കോലായിൽ കിടക്കും. ഇട്ടിച്ചിരി 8ാം ക്ലാസ് ജയിച്ചില്ല. അവളെ ഒന്നുകൂടി പരീക്ഷയ്ക്ക് ഇരുത്തണമെന്ന് വാസുമാഷിന് നിർബന്ധം. 8ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ ടീച്ചർ ട്രെയിനിങ്ങിന് വിടാമെന്ന് മാഷ് കണക്ക് കൂട്ടി. അവൾ പരീക്ഷ ജയിക്കുമെന്ന് മാഷിന് ഉറപ്പുണ്ട്. ബുദ്ധിയുള്ള കുട്ടിയാണ്. അവളായിട്ട് ഈ തറവാട് നന്നാവും. ഏടത്തി കണ്ടോളൂ. വാസുമാഷ് അങ്ങനെ പലയാവർത്തി പറഞ്ഞപ്പോൾ കാർത്തിയായനിയമ്മയ്ക്ക് ധൈര്യമായി. പഠിക്കാൻ ഇട്ടിച്ചിരിക്കും ഉത്സാഹം വന്നു. പാഠങ്ങൾ വായിച്ചും പഠിച്ചും സംശയങ്ങൾ അപ്പോൾ മാഷോട് ചോദിച്ച് ദൂരീകരിച്ചും ഇട്ടിച്ചിരി പരീക്ഷാ ദിവസം കാത്തിരുന്നു. കാക്കയും പരുന്തും കൊണ്ടുപോവാതെ സ്വന്തം ചിറകിനടിയിൽ നിർത്തിയാണ് എൻ്റെ കുട്ടീനെ ഞാൻ വളർത്തിയത്. കാർത്തിയായനിയമ്മ കണ്ണീരൊഴുക്കി. ആരാൻ്റെ മുറ്റമടിക്കാനും പാത്രം കഴുകാനും അവളെ പറഞ്ഞയക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചിരുന്നു. തിരണ്ട് തീണ്ടാരി തുടങ്ങിയതിൽ പിന്നീട് ഒരിക്കലെങ്കിലും ഇട്ടിച്ചിരിയെ അമ്മ മനക്കിലെ മുറ്റത്തേക്ക് കൊണ്ടുപോയില്ല. എവിടെ ഇട്ടിച്ചിരി? നിനക്ക് വയ്യാണ്ടാവല്ലേ കാർത്തിയായനി? കയ്യും പണിയും പഠിക്കട്ടെ ആ പെണ്ണ്. അവൾ പഠിക്കാൻ പോവാണ് അമ്മാത്തോലെ. ഉള്ള പഠിപ്പൊക്കെ മതി. ഇവിടുത്തെ മഹളേര് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഓ, എന്നിട്ടെന്താ രാമായണവും ഭാഗവതവും വായിക്കണില്ലേ? ലളിതാ സഹസ്രനാമം തെറ്റുകൂടാതെ ചൊല്ലണില്ലേ? കാർത്തിയായനിയമ്മ മറുത്തൊന്നും പറയാൻ നിന്നില്ല. അമ്മാത്തോലിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ചോരയിൽ നീരുള്ള പെൺകിടാവിനെ വേണം മനക്കിലെ പണി വലിക്കാൻ. അതുമാത്രമല്ല, മൂത്ത തിരുമേനിയുടെ അനുജൻ രാമപ്പനെ സൂക്ഷിക്കണം. നമ്പൂരി ഇല്ലങ്ങളിൽ നിന്ന് അപ്പന്മാർക്ക് വേലി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് രാമപ്പൻ നാട് നീളെ സംബന്ധം വയ്ക്കുന്നുണ്ട്. ഒന്നു വിട്ടാൽ വേറൊരു പെണ്ണ്. ആ ദുഷ്ടൻ്റെ ദൃഷ്ടിയിൽ എങ്ങാനും പെട്ടുപോയാലോ? രാമപ്പൻ ഇട്ടിച്ചിരിയെ അന്വേഷിച്ചു വരും. കാര്യസ്ഥൻ കേശവൻ നായരാണ് അപ്പൻ്റെ കൂട്ട്. ചൂട്ടുപിടിച്ചയാൾ രാമപ്പൻ്റെ മുമ്പേ നടക്കും. അയാളും സ്ത്രീ വിഷയത്തിൽ ഒട്ടും മോശക്കാരനല്ല. 2നെയും ഒരു നുകത്തിൽ കെട്ടാം.
പന്തിയല്ലെന്ന് കണ്ടാൽ കേശവൻ നായർ വരുമ്പോൾ പട്ടച്ചൂലെടുക്കാം. രാമപ്പനെ മുഷിപ്പിച്ചാലോ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും രാമപ്പൻ വിചാരിച്ചാൽ കഴിയും. ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ ഉപദ്രവിക്കാം. മനക്കലെ കാണമാണ് കുടിയിരിപ്പ്. കുളിയും തേവാരവും പുരാണ പാരായണവുമായി കഴിയുന്ന മൂത്ത തിരുമേനി ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല. രാമപ്പനാണ് കൈകാര്യം. സങ്കടം ബോധിപ്പിച്ചാലും തിരുമേനി പറയും, എല്ലാം ഭഗവാന്റെ മായ. ഇട്ടിച്ചിരി പരീക്ഷ ജയിച്ച ടീച്ചർ ട്രെയിനിങ്ങിന് പോകുന്നതും സാരി ഉടുത്ത സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതും മനോരാജ്യം കണ്ട് കാർത്യായനിയമ്മ മനക്കലെ പൂമുഖവും തെക്കിനിയും വടക്കിനിയും താഴത്തും മുകളിലുമുള്ള കുടിസുമുറികളും തുടച്ചു മിനിപ്പിക്കുകയും പാത്രങ്ങൾ വെണ്ണീറിട്ട് ഉരച്ച് കഴുകി വെളുപ്പിക്കുകയും ചെയ്തു. അത്യധ്വാനം ചെയ്ത് അവരുടെ നടുവൊടിഞ്ഞു. നടപ്പ് കൂനിക്കൊണ്ടായി. കറവ പറ്റിയ ഈ തള്ളപ്പശുവിനെ വിറ്റുമാറ്റണമെന്ന് അമ്മാത്തോര് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഇഷിക്കാലമായി. കാർത്യായനിയുടെ തൊഴുത്തിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരു പൈക്കിടാവ്. അതിനെ മനക്കലേക്ക് നടതള്ളണം. ഏട്ട സമ്മതിക്കേണ്ടേ? പെണ്ണിനെ പഠിപ്പിച്ച് ടീച്ചറാക്കണത്രേ. മോഹിക്കട്ടെ, മോഹിച്ചതൊക്കെ നടന്നു വരില്ലല്ലോ. പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ 1-ാം ഭാഗത്തിലെ 6-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.